ओम श्री सद्गुरु चरणारविंदाभ्यां नमः। गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्ससुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम्. എല്ലാ ആചാര്യമണ്ഡലിക്കും എൻ്റെ പ്രണാമങ്ങൾ. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തൈത്തരീയ ഉപനിഷത്തിന്റെ സാരം പ്രകടിപ്പിക്കുന്നതായ ശ്രീ വിദ്യാരണ്യ സ്വാമിയുടെ ആ ശ്ലോകങ്ങളിലൂടെ ഇതുവരെ നാം മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നാം മനസ്സിലാക്കി. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ഇതാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണം. ബ്രഹ്മം സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ എന്ന്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ബ്രഹ്മ എന്നത് വിശേഷ്യമാണ്. സത്യം ജ്ഞാനം അനന്തം എന്നിവ വിശേഷണങ്ങളാണ്. വിശേഷണങ്ങൾ എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് എന്നാകും. ബ്രഹ്മത്തിന് അങ്ങനെ പ്രത്യേകം ഒരു അഡ്ജക്റ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോ എന്താ ഈ പദങ്ങളുടെ അർത്ഥം? സത്യം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണമാണ്, സ്വരൂപ ലക്ഷണമാണ്. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ആ ബ്രഹ്മത്തിനെ നാം വ്യവഹരിക്കേണ്ടേ? അതായത് ബ്രഹ്മം നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള വ്യവഹാരത്തിന് അതീതമാണ്. അതായത് ഇറ്റ് ഡസ് നോട്ട് കം അണ്ടർ അവർ വേൾഡി പെർവ്യൂ. നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള വിശേഷണങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള വിശേഷണങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കോ ഉൾപ്പെടുന്നതല്ല ബ്രഹ്മം എന്ന് വരുമ്പോൾ, പക്ഷേ നമ്മുടെ ലൗകിക വ്യവഹാരം എന്ന് പറയുന്നത് വാക്കുകളിലൂടെയാണ്. അധ്യാപകൻ വിദ്യാർത്ഥിയെ, ആചാര്യൻ ഗുരുവിനെ, ഇങ്ങനെ ആചാര്യൻ ശിഷ്യനെ വാക്കുകളിലൂടെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ വാക്കെന്ന് പറയുന്നതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള ഒരു മീഡിയം. ലാംഗ്വേജ് ഈസ് ദി മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സാധാരണ വളരെ പ്രാഥമികമായ ഒരു നിർവചനം നമുക്കറിയാം. പക്ഷേ ബ്രഹ്മം വാക്കുകൾക്ക് ഉൾപ്പെടാത്തതാണ്. യഥോ വാചോ നിവർത്തന്തേ. വാക്കുകൾ യാതൊന്നിനെ വർണ്ണിക്കാൻ തുടങ്ങി അവ പരാജിതരായി തിരിച്ചു വരുന്നുവോ, യഥോ വാചോ നിവർത്തന്തേ. അതുപോലെ മനസ്സും അപ്രാപ്യ മനസാ സഹ, മനസ്സിനും അപ്രാപ്യമായിട്ടുള്ളതുമായ, വാചാം അഗോചരമായ മനസാപി അഗോചരമായ വസ്തുതയാണ് ബ്രഹ്മം എന്നിരിക്കെ, ഇവിടെ ഉപനിഷത്തുകളിൽ അല്ലെങ്കിൽ സംവാദങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് വേണം ബ്രഹ്മത്തിനെ നാം സൂചിപ്പിക്കാൻ. അതിനുവേണ്ടി ഉപനിഷത്ത് തെരഞ്ഞെടുത്ത വളരെ പ്രാധാന്യമേറിയ 3 വിശേഷണങ്ങളാണ് സത്യം, ജ്ഞാനം, അനന്തം. ഒരു വലിയ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അത് വ്യാകരണം, ന്യായം മുതലായ ശാസ്ത്രങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രാരംഭമായിട്ട് പോലും അവയെ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അതായത് എന്തിനാണ് 3 വിശേഷണങ്ങൾ? ഈ 3 വിശേഷണങ്ങളും ഒരു വസ്തുവിനെ തന്നെ ആണോ നിർദ്ദേശിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത് എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് പറയുന്നത്. ആചാര്യൻ പറയുന്നു, ലോകേ നീലം മഹത് സുഗന്ധി ഉത്പലം. ഉത്പലം ഒരു താമര. ആ ഉത്പലം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ
നീലം നീല നിറത്തിലുള്ളത്, മഹത്ത് വലുത്, സുഗന്ധി നല്ല മണമുള്ളത്, സുഗന്ധമുള്ളത്. അപ്പോ ഈ മൂന്ന് വിശേഷണങ്ങളും ഒരേ വസ്തുവിനെ, ഉത്പലം എന്ന ആ പുഷ്പത്തിനെയാണ് വിശേഷിപ്പിച്ചു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. നീലം നീല നിറത്തിലുള്ളത്, നീലോത്പലം. ഇനി മഹത് ഉൽപ്പലം, മഹദുൽപ്പലം വലുതായ ഉത്പലം. ഇനി സുഗന്ധി സുഗന്ധം പരത്തുന്നതും. അപ്പൊ ഈ വിശേഷണങ്ങൾ എന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവയിൽ നിന്നുമുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാനാണ്. എങ്ങനെ? രക്തോത്പലമുണ്ട്, ചുവന്ന താമരയുണ്ട്. ചുവന്ന താമരകളിൽ നിന്നുമുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ നീലം എന്ന പദം ഇവിടെ സഹകരിക്കുന്നു. മഹത് ചെറിയ താമരകളുണ്ട്, ചെറിയ താമരകളിൽ നിന്നുമുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ മഹത് എന്ന ആ പദം ഇവിടെ ഉപകരിക്കുന്നു. സുഗന്ധി ഉത്പലം, ചില പൂക്കളുണ്ട്, അതൊക്കെ ഒരു മണവും ഉണ്ടാകുന്നതല്ല, ഒരു സൗരഭ്യവും ഉണ്ടാകുന്നതല്ല. പക്ഷെ ഈ താമരയ്ക്ക് സുഗന്ധമുണ്ട്. അതുകൊണ്ടാണ് സുഗന്ധി ഉത്പലം എന്ന് പറഞ്ഞത്, മണമുള്ള താമര. അപ്പൊ നീലത്താമര, വലിയ താമര, മണമുള്ള താമര. അപ്പൊ ഈ മൂന്ന് വിശേഷണങ്ങളും ഒരേ വസ്തുവിനെയാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ എന്നർത്ഥം. എങ്ങനെ? സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ. ഇപ്പൊ ഈ മൂന്ന് വസ്തുതകളും സാധാരണ ബ്രഹ്മമല്ലാത്ത മറ്റു വസ്തുക്കളിൽ നിന്നും ബ്രഹ്മത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നു എന്നാണ് അർത്ഥം. ഇത്രയും തൽക്കാലം നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ? സത്യം, സത്യം എന്ന് പറഞ്ഞാൽ അമൃതമല്ലാത്തത്, നാശമല്ലാത്തത്. സത്, സത് എന്ന് പറഞ്ഞാൽ സദ്ഭാവമുള്ളത്, ഉള്ളത്, ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, ഇനിയും ഉണ്ടായിരിക്കും. അപ്പൊ ത്രൈകാലിക സംസർഗം ഉള്ളതായ ഒരു വസ്തുവാണ് ബ്രഹ്മം. ഇപ്പോ ലോകത്തിൽ ബ്രഹ്മമല്ലാതെ മറ്റുള്ളവയെല്ലാം, നാം കാണുന്ന എല്ലാ വസ്തുക്കളും, ഇപ്പോ മലകൾ, നദികൾ. ഇപ്പോ പണ്ട് സരസ്വതി നദി ഉണ്ടായിരുന്നു, ഇപ്പോൾ സരസ്വതി നദി എവിടെ? ഇല്ല, പറ്റിപ്പോയി, ഉണങ്ങിപ്പോയി, അന്തർവാഹിനിയാണെന്ന് നാം പറയുന്നു. അപ്പോ ഇതുവരെ ഏകദേശം 10,000-4,000 കൊല്ലം മുമ്പ് വരെ പ്രവഹിച്ചു കൊണ്ടിരുന്നതായ സരസ്വതി നദി ഇപ്പോൾ ഇല്ല. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പൊ അത് ഇല്ലാതായിപ്പോയി, അഭാവം. അതുപോലെ പല കുന്നുകളും മലകളും അപ്രത്യക്ഷമാകുന്നു. ലോകത്തിൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം അറിഞ്ഞും അറിയാതെയും തന്നെ പല വസ്തുതകളും നശിക്കുന്നു, പല വസ്തുക്കളും പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബ്രഹ്മമല്ലാത്ത വസ്തുക്കൾക്ക് നാശവും ഉത്പത്തിയും ഉണ്ട്. ബ്രഹ്മത്തിന് ഉത്പത്തിയും ഇല്ല, അതുകൊണ്ട് നാശവുമില്ല. അതുകൊണ്ടാണ് സത്യം എന്ന് പറഞ്ഞത്. മൂന്ന് കാലത്തിലും അഴിവില്ലാത്തത്, നാശമില്ലാത്തത്, അതുകൊണ്ട് അതിനെ സത്യം എന്ന് പറഞ്ഞു. അപ്പൊ അമൃത വ്യാവൃത്തി, ഞാൻ ഊന്നി പറയുന്ന ഒരു പ്രത്യേകത, ബ്രഹ്മത്തെ സത്യം എന്ന പദം നേരിട്ടല്ല ബോധിപ്പിക്കുന്നത്, പിന്നെയോ ഇൻഡയറക്റ്റ് ആയിട്ടാണ്, ലക്ഷണാവൃത്തിയിലൂടെ ബോധിപ്പിക്കുന്നു. കാരണം ബ്രഹ്മം ഒരു വാക്കുകൊണ്ട് ബോധിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, വാച്യവൃത്തിയിലൂടെ ബോധിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മം വാച്യമായി പോകും. അത് പാടില്ല. കാരണം ബ്രഹ്മം വാക്കുകളിൽ ഒതുങ്ങിപ്പോകും. അത് പാടില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്നത് ലക്ഷണാവൃത്തി കൊണ്ടാണ് സത്യപദം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത്. എന്താ ലക്ഷണാവൃത്തി എന്ന് പറഞ്ഞാൽ? എന്താ? വാച്യമല്ല, എന്നാൽ വാച്യത്തിന്റെ ചില അംശങ്ങൾ അതിൽ ഉണ്ടായിരിക്കും. അതാണ് ലക്ഷണാവൃത്തി. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് കമന്റ് എന്നർത്ഥം. ഇൻഡയറക്റ്റ് ആയിട്ട് ആണ് ബോധിപ്പിക്കുന്നത്. അതാ പറഞ്ഞത്, ഇവിടെ വ്യാകരണവും ന്യായശാസ്ത്രത്തിന്റെയും ചില പ്രാഥമിക പാഠങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് ഈ ആചാര്യസ്വാമികളുടെ ഈ വ്യക്തികൾ കൂടുതൽ
അവ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അപ്പോ ഇവിടെ പറഞ്ഞു, വീണ്ടും ഒരു സംശയം വന്നു. ഒരേ വസ്തുവിനെ എന്തിനാണ് ഇങ്ങനെ വർത്തിക്കുന്നത്, ഇങ്ങനെ 3 പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ആകാശത്തിൽ ഒരു സൂര്യനേ ഉള്ളൂ. അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ മതി, പ്രകാശിക്കുന്ന സൂര്യൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗോളമായ സൂര്യൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സൂര്യൻ ഒന്നേ ഉള്ളൂ. ഈ സൂര്യനെ പോലെ മറ്റു സൂര്യൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വിശേഷണം ആവശ്യപ്പെടുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ക്ലാസ്സിലെ കുട്ടികളുടെ പേര് രാമൻ എന്ന പേരിൽ 3 കുട്ടികളുണ്ടെങ്കിൽ നാം അവയെ എങ്ങനെയാണ് അവരെ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്? ഇനിഷ്യലിലൂടെ. അതല്ലെങ്കിൽ തടിച്ചവൻ, അല്ലെങ്കിൽ മെലിഞ്ഞവൻ എന്നീ ശരീരത്തിന്റെ പ്രകൃതിയിലൂടെ, ഇത്തരത്തിലുള്ള വിശേഷണങ്ങളിലൂടെയാണ് നാം ആ 3 രാമന്മാരെയും നാം വ്യത്യസ്തരായി മനസ്സിലാക്കുന്നത്. ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ എങ്കിൽ എന്തിനാണ് ഈ വിശേഷണങ്ങൾ എന്ന് ചോദിച്ചാൽ, അതിന് പറയുകയാണ്, ഇത് വിശേഷണം മാത്രമല്ല, ഇവ ലക്ഷണാർത്ഥത്വാത് വിശേഷണാനാം ലക്ഷണം കൂടിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അഡ്ജക്റ്റീവ്. ദീസ് 3 words ആർ നോട്ട് ഓൺലി അഡ്ജക്റ്റീവ്സ് ബട്ട് ദേ ആർ ഡെഫിനിഷൻസ് ഓൾസോ. അപ്പോഴാണ് പ്രശ്നം വന്നത്. ബ്രഹ്മം ഡിഫൈനബിൾ ആണോ എന്ന് ചോദിച്ചു. അല്ല. പിന്നെ ബ്രഹ്മം ഈസ് ഇൻഡിക്കേറ്റഡ് ത്രൂ ലക്ഷണാവൃത്തി. ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ് ഡയറക്ട്ലി ബൈ വേർഡ്സ്, ബട്ട് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ത്രൂ ദി indirect expression called lakshana. Direct expression is വാച്യം, അതിനെ വാച്യം എന്ന് പറയും. ഇൻഡയറക്റ്റ് എക്സ്പ്രഷനെ ലക്ഷണ എന്നും പറയും. ലക്ഷണാർത്ഥ പ്രധാനാനി വിശേഷണാനി വിശേഷണ പ്രധാനാന്യേപ. അപ്പോ ഈ വിശേഷണങ്ങൾക്ക് വിശേഷണാർത്ഥത്വമല്ല ഉള്ളത്, പിന്നെയോ അവ ലക്ഷണാർത്ഥ പ്രധാനാനി. ഇങ്ങനെ പിന്നെ ചർച്ച തുടർന്നു പോകുന്നു. അങ്ങനെ ഒരു വലിയ ചർച്ചയാണ് ഉള്ളത്. അത് ഞാൻ വീണ്ടും പറയാണ്, ന്യായ വ്യാകരണ ശാസ്ത്രങ്ങളുടെ ചില ഗംഭീരമായ ചില ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അവയെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തൽക്കാലം ആ വാദങ്ങൾ നാം ഇപ്പോൾ ശ്രദ്ധിക്കാതെ അടുത്ത വിശേഷണത്തിലേക്ക് പോകാം. അതെന്താ എന്ന് ചോദിച്ചാൽ, ജ്ഞാനം ബ്രഹ്മ, സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ എന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മം കാരണമാണെന്ന് പറഞ്ഞാൽ ആ കാരണവസ്തുവിനാണ് ജ്ഞാനമുള്ളത്, അല്ലെങ്കിൽ കാരണവസ്തുവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞപ്തി. അവിടെയും ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങളുടെ ഒരു എന്താ പറയുക, there is an interplay of the shastric details. ഭാവസാധനോ ജ്ഞാന ശബ്ദ. ജ്ഞാനമുള്ളത് ബ്രഹ്മം എന്നല്ല, ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം എന്നർത്ഥം. നതു ജ്ഞാന ആശ്രയമല്ല, ജ്ഞാനമാണ് ബ്രഹ്മം. അതാണ് ഭാവസാധനോ ജ്ഞാനശബ്ദ നതു ജ്ഞാനകർത്ത എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവിടെ ആ ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്ന ത്രിപുടി ഭേദം ഇല്ല. ജ്ഞാതാവ്, ജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് നോയിങ്, ജ്ഞേയം എന്ന് പറഞ്ഞാൽ ദി ഓബ്ജക്റ്റ് ഓഫ് നോയിങ്. ഇവ മൂന്നും ഇല്ലാത്ത ഒരവസ്ഥയാണത്. അവിടെ ജ്ഞാനം മാത്രമേ ഉള്ളൂ, ജ്ഞാനമാണ് പ്രകാശിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ജ്ഞാനം ബ്രഹ്മ, ജ്ഞാനാശ്രയമല്ല. ബ്രഹ്മത്തിന് ജ്ഞാനാശ്രയം എന്ന് പറഞ്ഞാൽ ഒരു ഇതൊക്കെ ആകൃതിയൊക്കെ കൽപ്പിക്കേണ്ടി വരും. മറ്റ് സിദ്ധാന്തങ്ങളിലൊക്കെ അങ്ങനെയാണ്, ജ്ഞാനാശ്രയമാണ് ബ്രഹ്മം. പ്രത്യേകിച്ച് ശ്രീ വൈഷ്ണവ സിദ്ധാന്തങ്ങളിൽ, വിശിഷ്ടാദ്വൈത സിദ്ധാന്തങ്ങളിലൊക്കെ ജ്ഞാനാശ്രയമായിട്ടാണ് ബ്രഹ്മത്തിനെ അവർ വർണ്ണിക്കുന്നത്. ഇവിടെ ജ്ഞാന ആശ്രയമല്ല, ജ്ഞാനസ്വരൂപമാണ് ബ്രഹ്മം. ഇനി എത്ര ന അന്യദ്വിജാനാതി സഭൂമ അഥ എത്ര അന്യദ്വിജാനാതി തദൽപ്പം എന്നൊക്കെ ഉപനിഷത് ശ്രുതികളുണ്ട്. ഈ ബ്രഹ്മം ജ്ഞാനമാണെന്ന് മനസ്സിലാക്കി തരാൻ എത്ര ന അന്യത് വിജാനാതി സഭൂമ എന്നുണ്ട്. അതായത് ഏതിലാണോ മറ്റൊന്നിനെ അറിയാതിരിക്കുന്നത് അത്
നിരതിശയമായ മഹത്വം ഉള്ളതാണ്. അതാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. നിരതിശയമായ മഹത്വമുള്ള വസ്തു ബ്രഹ്മം. അഥ എത്ര അന്യദ്വിജാനാതി തദൽപ്പം. ഏതിലാണോ മറ്റൊന്നിനെ അറിയുന്നത് അത് അല്പമാകുന്നു എന്ന ശ്രുതിയുമുണ്ട്. ഇങ്ങനെ ഏക ഏവ ആത്മാ ജ്ഞേയത്വേന ജ്ഞാതൃത്വേന ച ഉപയതാ ഭവതി എന്ന്. ഒരേ ആത്മാവ് തന്നെ ഒരേ സമയത്ത് ജ്ഞാതാവായും ജ്ഞേയമായും കാണപ്പെടുന്നു എന്നും. അപ്പോ അവിടെ വരുന്ന ചില പ്രയാസങ്ങൾ അവിടെ അത് പരിഹരിക്കാനാണ് അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞത്. ബ്രഹ്മം ജ്ഞാനമാണെന്ന് പറയുമ്പോൾ ലൗകിക ജ്ഞാനത്തിന് അന്തമുണ്ട്, നമ്മുടെയൊക്കെ ജ്ഞാനത്തിന് അന്തമുണ്ട്. ദർ ഇസ് എ ഡെഫിനിറ്റ് എൻഡ്, എ ഡെഫിനിറ്റ് കംപ്ലീഷൻ ഇൻ അവർ നോളജ്. പക്ഷെ ബ്രഹ്മം അനന്തമാണ്. ആ ഒരു എന്താ പറയാ, എൻഡ്, ആ ഒരു സമാപ്തി ഇല്ലാത്തത് കൊണ്ട് അനന്തം എന്ന് പറയുന്നു. നമ്മുടെ ലൗകിക ജ്ഞാനത്തിന് അന്തമുള്ളതായി കാണുന്നത് കൊണ്ട് ബ്രഹ്മത്തിനും അന്തമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വരാതിരിക്കാനാണ് അനന്തം എന്ന് പറഞ്ഞത്, അന്തമില്ലാത്തത് എന്ന്, ഇൻഫിനിറ്റ്. അപ്പോൾ ട്രൂ നോളജ് ആൻഡ് ഇൻഫിനിറ്റ് എന്ന് കിട്ടുന്നു. സത്യാദീനാം അമൃതാദി ധർമ്മവൃത്തി പരത്വാത് നിവൃത്തി പരത്വാത് വിശേഷസ്യ ബ്രഹ്മണഃ ഉത്പലാധിപത് അപ്രസിദ്ധത്വാത്. അപ്പൊ ഇതൊരു ശൂന്യമായ വസ്തുവാണോ? നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്, മനസ്സുകൊണ്ടും കാണാൻ പറ്റില്ല. സത്യമാണെന്ന് പറയുമ്പോൾ നേരിട്ടുള്ള സത്യശബ്ദം ബോധിപ്പിക്കുന്നത്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല ജ്ഞാനം ബോധിപ്പിക്കുന്നത്, അനന്തം എന്ന് പറഞ്ഞാൽ അനന്തശബ്ദം നേരിട്ടല്ല ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശൂന്യതയായി പോകുമോ എന്ന് ചോദിച്ചാൽ അല്ല. എന്താണ് ശൂന്യത? പ്രത്യേകിച്ചും ശൂന്യമാണ് ഈ വസ്തു, പരമമായ വസ്തു ശൂന്യമാണെന്ന് ബൗദ്ധന്മാർ വാദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ക്ലിയർ മെസ്സേജ് ഫ്രം ദ ബുദ്ധിസ്റ്റ് തോട്ട് ദാറ്റ് ദർ ഈസ് വോയിഡ് എന്നാണ് അവർ പറയുന്നത്. ശൂന്യം എന്ന് പറയും. ഇത് എന്താണ് ശൂന്യം എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് ആചാര്യൻ ഒരു ശ്ലോകത്തിലൂടെ. ആ ശൂന്യതയെ, അവരുടെ ശൂന്യതാവാദത്തെ പരിഹസിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ശൂന്യതയെ ഇവിടെ മനസ്സിലാക്കി തരുന്നത് ഒരു ശ്ലോകം കൊണ്ട് മാത്രം. ഇങ്ങനെ മൃഗതൃഷ്ണാംഭസി സ്നാതഃ ഖപുഷ്പകൃതശേഖരഃ യേഷ വന്ധ്യാസുതോ യാതി ശശശൃംഗധനുർധരഃ ഇതിവത് ശൂന്യാർത്ഥതൈവ പ്രാപ്ത സത്യാദിവാക്യസ്യ ഇതി ചേത് ന എന്നും പറയുന്നു. മൃഗതൃഷ്ണാംഭസി സ്നാതഃ, ഒരുത്തൻ വരുന്നു, ഒരാൾ വരുന്നു, അയാളുടെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ മൃഗതൃഷ്ണാംഭസി സ്നാതഃ എന്ന്. കാനൽ ജലത്തിൽ കുളിക്കുന്നു. അതായത് മൃഗതൃഷ്ണാംഭസി, മരുഭൂമിയില് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ വെള്ളമുള്ളതുപോലെ തോന്നും, വാസ്തവത്തിൽ വെള്ളമില്ല. അങ്ങനെ ഇല്ലാത്ത വെള്ളത്തിൽ കുളിക്കുന്നവനും മൃഗതൃഷ്ണാംഭസി സ്നാതഃ, അതിനെയാണ് മൃഗതൃഷ്ണ, മൃഗ മരീചിക എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ മരീചികയിൽ കുളിക്കുന്നവനും മൃഗതൃഷ്ണാംഭസി സ്നാതഃ ഖപുഷ്പകൃതശേഖരഃ. ഇനി അയാൾ തലയിൽ പൂ ചൂടിയിട്ടുണ്ട്. എന്താ പൂവെന്നറിയാമോ? ആകാശകുസുമം. ആകാശത്തിൽ എവിടെയാ കുസുമം കാണുന്നത്? ഇല്ലാത്തതാണ്, അത്യന്താഭാവമാണ്. അങ്ങനെ മരീചികയിലെ കാനൽ ജനത്തിൽ കുളിച്ചവനും, കാനൽ എന്നുള്ള ഒരു വാക്കുണ്ട് മലയാളത്തിൽ, അധികം ഇപ്പോൾ അത് പ്രചാരത്തിലുണ്ടോ എന്ന് അറിയില്ല, ഏതായാലും തമിഴിലുണ്ട്. കാനൽ നീർ എന്ന് പറയാറുണ്ട്. മരുമരീചിക, മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഖപുഷ്പകൃതശേഖരഃ, ആകാശകുസുമങ്ങൾ തലയിൽ അണിഞ്ഞവനായി ആരാ വരുന്നേ? യേശ വന്ധ്യാസുതോ യാതി, വന്ധ്യാസുതൻ വരുന്നു. ശ്രദ്ധിക്കുക, വന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താ? പുത്രനില്ലാത്തവൾ എന്നർത്ഥം. വന്ധ്യയാണ്. അതൊരു
മാതൃഭാവം ഇല്ലാത്ത ഒരു അവസ്ഥ, അതാണ് വന്ധ്യത എന്ന് പറയുന്നത്. വന്ധ്യാസുതോ യാതി, ഒരു വന്ധ്യാസുതൻ വന്ധ്യാപുത്രൻ, അത് പരസ്പരം കോൺട്രഡിക്ഷൻ അല്ലേ? വന്ധ്യയാണെങ്കിൽ പുത്രനില്ല, പുത്രൻ ഉണ്ടെങ്കിൽ വന്ധ്യയുമല്ല. അപ്പൊ പരസ്പരം അവ വിരുദ്ധമാണ്. പക്ഷെ പ്രയോഗത്തിലുണ്ട് വന്ധ്യാസുത എന്ന്. യേശ വന്ധ്യാസുതോ യാതി. ഇനി ഒരു ഇല്ലായ്മയും കൂടി പറയുന്നു. എങ്ങനെ? ശശശൃംഗധനുർധര, അയാളുടെ കയ്യിൽ ഒരു വില്ലുണ്ട്. ആ വില്ലിന്റെ പ്രത്യേകത എന്താ? മുയൽ കൊമ്പ് കൊണ്ടുള്ള വില്ലാണ്. ശശശൃംഗധനുർധര. അപ്പൊ കാനൽ ജലത്തിൽ കുളി കഴിഞ്ഞ് ആകാശകുസുമവും ചൂടി മുയൽ കൊമ്പ് കൊണ്ടുള്ള വില്ലും ധരിച്ച് വന്ധ്യാസുതനിതാ പോകുന്നു. അതാണ് വാസ്തവത്തിൽ ശൂന്യത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 4 ഉദാഹരണങ്ങളിലൂടെ ശൂന്യതയെ ഇവിടെ വ്യക്തമാക്കി തരുന്നു. ശൂന്യവാദി മതം ബൗദ്ധമതത്തെ നിരാകരിക്കുകയാണ്. ആത്മാവും ഉണ്ട്, ഇല്ലാത്തതല്ല. ആത്മാവ് ശൂന്യമാണ് എന്ന് പറയുന്ന, നിർധർമ്മകമാണ്, ശൂന്യമാണ് എന്ന് ബൗദ്ധന്മാർ പറയുന്നു. അത് അവർ വേറൊരു രീതിയിലാണ് ആ ശൂന്യതയിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അതിനുവേണ്ടി അവർ ധാരാളം ശൂന്യതാ സിദ്ധിക്ക് വേണ്ടി അവർ അനവധി ഗ്രന്ഥങ്ങളൊക്കെ, വാദഗ്രന്ഥങ്ങളൊക്കെ അവർ രചിച്ചിട്ടുമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോ സത്യം, ജ്ഞാനം, അനന്തം എന്ന് ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ബ്രഹ്മത്തിന് സ്വരൂപ ലക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിൽ ചില അനുപപത്തി പറഞ്ഞുകൊണ്ടാണ് അത് ശൂന്യതയ്ക്ക് തുല്യമാകില്ലേ, ബ്രഹ്മം ഇസ് ഈക്വൽ ടു ശൂന്യം എന്ന് വരില്ലേ എന്ന്. അല്ല എന്ന് ആചാര്യൻ സമർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? ലക്ഷണാർത്ഥമാണ് എന്ന്. ഇവിടെ ആ ലക്ഷണ, അത് എങ്ങനെയാണ് ഈ ലക്ഷണങ്ങൾ ബ്രഹ്മത്തെ നേരിട്ട് അല്ലാതെ മനസ്സിലാക്കി തരുന്നത്? ഇറ്റ് ഇസ് നോട്ട് എ ഡയറക്റ്റ് എക്സ്പ്രഷൻ, ഇറ്റ് ഇസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ. സത്യം അനൃതഭിന്നം, നാശഭിന്നം. ഇനി ജ്ഞാനം ജഡഭിന്നം. 3 അനന്തം പരിച്ഛിത്തി ഭിന്നം, പരിച്ഛിത്തിയില്ലാത്തത്. പിന്നെ ജഡമല്ലാത്തത്. 3 അനൃതമല്ലാത്തത്, നാശമല്ലാത്തത്. ഇതാണ് ബ്രഹ്മം എന്ന് കിട്ടും. അപ്പോ സത്യജ്ഞാന ശബ്ദൗ സ്വാർത്ഥ സമർപ്പണേനൈവ വിശേഷണേ ഭവതഃ. അങ്ങനെ പല സമാധാനവും പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോ ആത്മാജ്ഞാനം എന്തുകൊണ്ടാണ് ഇവിടെ തസ്മാത് ആത്മന ആകാശ സംഭൂതഃ എന്ന് ആത്മശബ്ദം പറയുന്നുണ്ട്. ആത്മാവ് അറിവുള്ളവനാണെന്ന് പറയുന്നുണ്ട്. ഏതം ആനന്ദമയമാത്മാനം ഉപസംക്രാമതി എന്ന്. ആനന്ദം അവിടെ ആത്മസ്വരൂപത്തിലുണ്ട് എന്നും പറയുന്നു. മാത്രമല്ല പ്രവേശശ്രുതിയുണ്ട്. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്. അപ്പൊ ജീവരൂപേണ ശരീരപ്രവേശം ദർശയത്തി. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്. ഈ ജഗത്തിനെ സൃഷ്ടിച്ച് അതിൽ ജീവരൂപേണ, അതിൽ ജീവരൂപത്തിൽ ശരീരത്തിൽ പ്രവേശിക്കുന്നതായി കാണിക്കുകയും ചെയ്യുന്നു. അതിനാൽ അറിയുന്നവന്റെ സ്വരൂപം തന്നെയാണ് ബ്രഹ്മം. അതോ വേദിതുഹു സ്വരൂപം ബ്രഹ്മ. അതുകൊണ്ട് തന്നെ ജ്ഞാനകർത്തൃത്വം ആത്മാ ജ്ഞാത എന്ന് ഉണ്ട്. സോ അകാമയത എന്ന തൈത്തിരീയ ഉപനിഷത്തിൽ തന്നെ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച ഈ ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം ഈ ഉപനിഷത്തിൽ തന്നെ പിന്നീട് ചർച്ചയ്ക്ക് വിഷയമാകുന്നുണ്ട്. അപ്പോ കാമിനോ ജ്ഞാനകർത്തൃത്വ പ്രസിദ്ധി. ഒരു വസ്തുവിനെ ആഗ്രഹിക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു, എന്നിട്ട് അത് പ്രാപിക്കാൻ നാം പ്രയത്നിക്കുന്നു. കർത്തൃത്വം. അപ്പൊ ജ്ഞാനകർത്തൃത്വമുണ്ട്. ജ്ഞാനകർത്തൃത്വാത് ജ്ഞപ്തിർ ബ്രഹ്മേതി അയുക്തം അനിത്യത്വ പ്രസഞ്ച. അങ്ങനെ കുറെ
ചർച്ചകളൊക്കെ കഴിഞ്ഞ അവസാനം പറയുന്നു, യത്ത് ബ്രഹ്മണോ വിജ്ഞാനം തത് സവിതൃപ്രകാശവത്ത് അതി അഗ്നി ഉഷ്ണത്വ വച്ച ബ്രഹ്മസ്വരൂപ വ്യതിരിക്തം സ്വരൂപമേവ തത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശമാണ്. സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നുണ്ടെങ്കിലും സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശം. അതുപോലെ അഗ്നി എന്ന് പറഞ്ഞാൽ ഉഷ്ണമാണ്. ബ്രഹ്മസ്വരൂപ വ്യതിരിക്തം സ്വരൂപമേവ തത് തത് കാരണാന്തര സവ്യപേക്ഷം. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയാൻ മറ്റു കാരണങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ അഗ്നി ഉഷ്ണമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട. എന്തുകൊണ്ട്? നിത്യസ്വരൂപത്വാ. അതുപോലെ സർവജ്ഞമാണ് ബ്രഹ്മം. തസ്യ അന്യത് അവിജ്ഞേയം സൂക്ഷ്മം വ്യവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭവത് ഭവിഷ്യത് വ അസ്തി. ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇനി ഉണ്ടാകുമായിരിക്കും, ഇപ്പോൾ ഇല്ല. ഇങ്ങനെ വിപ്രകൃഷ്ടം വ്യവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭവത് ഭവിഷ്യത് വ അസ്തി. തസ്മാത് സർവജ്ഞം ബ്രഹ്മം സർവജ്ഞമാണ് എന്ന് കിട്ടുന്നു. കാരണം ബ്രഹ്മം കാലം ആകാശം മുതലായവയ്ക്ക് കാരണമായതുകൊണ്ട്. പിന്നീട് പറയുന്നുണ്ടല്ലോ, ആകാശം ആത്മന ആകാശ സംഭൂത, ആകാശം ഉണ്ടായി എന്ന് പറയുന്നു. അതുപോലെ കാലമുണ്ടായി എന്നും പറയുന്നു. അങ്ങനെ ആകാശം കാല ആകാശാദികൾക്ക് കാരണമായതുകൊണ്ടും ഇതിൽ പരമില്ലാത്ത വിധം സൂക്ഷ്മമായതുകൊണ്ടും, സൂക്ഷ്മമായോ വ്യവഹിതമായോ മറഞ്ഞിരിക്കുന്നതോ ദൂരസ്ഥമായോ അടുത്തുള്ളതായോ ഭൂതമായോ ഭവിഷ്യത്തായോ അതിനറിയാൻ പാടില്ലാത്തതായി വേറെ ഒന്നുമില്ല എന്ന്. അതുകൊണ്ട് ബ്രഹ്മം സർവജ്ഞമാകുന്നു. അതുകൊണ്ടാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്, സർവജ്ഞം. ഇനി അതിനുള്ള മന്ത്രവർണ്ണങ്ങളുണ്ട്. അതിനെ മനസ്സിലാക്കി തരുന്ന, അതിന് നമ്മെ സഹായിക്കുന്നതായ വേദവാക്യങ്ങളുണ്ട്. എന്താ? മന്ത്രവർണ്ണാച്ച അപാണിപാതോ ജവനോ ഗൃഹീത പശ്യത്തി അചക്ഷുഃ സ ശൃണോതി അകർണഃ സ വേത്തി വേദ്യം നജസ്യാസ്തി വേത്ത തമാഹുരഗ്രിയം പുരുഷം മഹാന്തം എന്ന് ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നു. അപാണിപാതോ ജവനോ ഗ്രഹീത. അവന് പാണിപാതങ്ങളില്ല. ആ വസ്തു, അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം. അവൻ എന്നും പറയാം, അതെന്നും പറയാം, അവളെന്നും പറയാം. ഏത് രീതിയിൽ പറഞ്ഞാലും അത് യോജിക്കുന്നതാണ് ബ്രഹ്മത്തിനെ കുറിച്ച്. കാരണം അത് ലിംഗഭേദം അതിൽ ഉൾപ്പെടുന്നതല്ല. അവന് പാണിപാതങ്ങൾ ഇല്ലെങ്കിലും അപാണിപാതോ ജവനഹ, വളരെ വേഗമുള്ളവനാണ്, ഗ്രഹീത, എല്ലാത്തെയും സർവത്തിനെയും ഗ്രഹിക്കുന്നവനാണ്, പശ്യതി അചക്ഷുഹു, ശ്രദ്ധിക്കുക, അവൻ കണ്ണില്ലാതെ തന്നെ എല്ലാത്തിനെയും കാണുന്നു, സ ശൃണോതി അകർണഃ, അവൻ ചെവിയില്ലെങ്കിലും എല്ലാം കേൾക്കുന്നു. ഇനി സ വേത്തി വേദ്യം, അവൻ കാതില്ലാതെ ചെവിയില്ലാതെ എല്ലാം കേൾക്കുകയും ചെയ്യുന്നു. ഇനി സ വേത്തി വേദ്യം, അവൻ അറിയുവാൻ കഴിയുന്നതിനെ എല്ലാം അറിയുന്നു. എന്നാൽ അവനെ അറിയുന്നവൻ ആരുമില്ല. അതാണ് ന തസ്യാസ്തി വേത്ത, അവനെ അറിയുന്നവൻ ആരുമില്ല. അന്യനായിട്ട് വേറെ യാതൊന്നുമില്ലെന്നർത്ഥം. അവനെ അറിയാൻ പോകുമ്പോൾ നാം അവനായിട്ട് തീരുന്നു. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി തമാഹുരഗ്ര്യം, അവനെയാണ് സർവജഗത് പരിപാലനൻ എന്ന് പറയുന്നത്. തമാഹുരഗ്ര്യം പുരുഷം മഹാന്തം, മഹാനാണ്, ശ്രേഷ്ഠനാണ് എന്ന് ബ്രഹ്മവിത്തുക്കൾ പറയുന്നു. അഗ്ര്യം, അഗ്രം, ശ്രേഷ്ഠൻ, സർവശ്രേഷ്ഠൻ എന്ന് ബ്രഹ്മവിത്തുക്കൾ പറയുന്നു. ഇങ്ങനെ ഒരു മന്ത്രവർണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഉപനിഷത്തുമുണ്ട്. അത് അപാണിപാതോ ജവനോ ഗൃഹീത പശ്യത്യചക്ഷു സ ശൃണോത്യകർണഃ സ വേത്തി വേദ്യം ന ച തസ്യാസ്തി വേത്ത തമാഹുരഗ്ര്യം പുരുഷം മഹാന്തം, ശ്വേതാശ്വതര ഉപനിഷത്ത്. അതുപോലെ തന്നെ ബൃഹദാരണ്യകത്തിലും പറയുന്നു, നഹി വിജ്ഞാതുർ
വിജ്ഞാതേർ വിപരിലോപോ വിദ്യത്തെ അവിനാശിത്വാൻ നതു തദ്വിതീയമസ്തി. നഹി വിജ്ഞാതുർവിജ്ഞാനാതൈഃ വിപരിലോപോ വിദ്യത്തെ അവിനാശിത്വാത് നതു തത് ദ്വിതീയമസ്തി എന്നൊക്കെ ശ്രുതിയും പറഞ്ഞു തരുന്നു. ബൃഹദാരണ്യക ശ്രുതി വിജ്ഞാതുവായ അവനെ അറിയുന്നവരായിട്ട് യാതൊന്നുമില്ല. വിപരിലോപോ ന വിദ്യത്തെ, എന്തുകൊണ്ട്? അവിനാശിത്വാത്, അവൻ അവിനാശിയായതുകൊണ്ട്, നാശമില്ലാത്തവനായതുകൊണ്ട്. നതു തദ്വിതീയമസ്തി, അതിന് ദ്വിതീയനായി മറ്റൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. ഈ ഒന്ന് എന്നുള്ള സംഖ്യയ്ക്ക് സാർത്ഥകത വരുന്നത് എപ്പോഴാണ്? രണ്ട് ഉള്ളപ്പോൾ മാത്രമാണ് ഒന്ന് എന്നാകുന്നത്. പക്ഷേ രണ്ട് ഇല്ലാത്തത് കൊണ്ട് നതദ്വിതീയമസ്തി, അവൻ ഒന്ന് എന്ന് പറയുന്ന ഏകഹ എന്ന് പറയുന്നതില് സംഖ്യാവാചകമല്ല, പിന്നെയോ അപരിച്ഛിന്നൻ എന്നർത്ഥം. അങ്ങനെയാണ് ശാസ്ത്രം മനസ്സിലാക്കി തരുന്നത്. ഈ ശ്രുതികളിൽ നിന്നുമൊക്കെ ഈ ബ്രഹ്മ ഈ രീതിയിലായിരിക്കണം എന്ന് മനസ്സിലാക്കപ്പെടുന്നു. അങ്ങനെ സത്യം ബ്രഹ്മ സത്യവാച്യ ശബ്ദവാച്യമല്ല, ജ്ഞാനം ബ്രഹ്മ ജ്ഞാന ശബ്ദവാച്യനല്ല, അനന്തം ബ്രഹ്മ അനന്ത ശബ്ദവാച്യൻ അല്ല, പിന്നെയോ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിലാക്കപ്പെടുന്നവനല്ല, വാച്യമാകുന്നവനല്ല, ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. ഇത് ആ ബ്രഹ്മം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹൃദയ ആകാശത്തിൽ. യോ വൈ സ ബഹിർധാ പുരുഷാദ് ആകാശ, അത് ഗുഹായാം വ്യോമൻ എന്ന് പറഞ്ഞു. ഗുഹയിൽ, അതായത് നമ്മുടെ ഹൃദയ ഗുഹയിൽ കാണപ്പെടുന്നു, അതിലെ കാണണം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ഗൂഢാവസ്യാം ഭോഗാപവർഗോ പുരുഷാർത്ഥ വിധിവ. ഗുഹ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ആ ബുദ്ധിയിലാണ് നാം ബ്രഹ്മത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഹൃദയം, ബുദ്ധി ഇവയെല്ലാം സമാനാർത്ഥകമാണ് ഇവിടെ. ഗൂഢാവസ്യാം ഭോഗാപവർഗൗ പുരുഷാർത്ഥാവിധി തസ്യാം പരമേ പ്രകൃഷ്ടേ വ്യോമൻ വ്യോമിനി ആകാശേ അവ്യാകൃതാഖ്യേ തദ്ദി പരമം വ്യോമ. ഇതിലാണ് നാം ആ ബ്രഹ്മത്തെ, നമ്മുടെ ബുദ്ധിയിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതസ്മിൻ ഖലു അക്ഷയേ ഗാർഗി ആകാശ എന്ന്, ഏതസ്മിൻ ഖലു അക്ഷരേ ഗാർഗി ആകാശ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത് യാജ്ഞവൽക്യൻ ഗാർഗിക്ക് ഉപദേശിക്കുന്നു. ഏതസ്മിൻ ഖലു, ഈ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നു. അങ്ങനെ അക്ഷരം സന്നികർഷം കൊണ്ട് അവ്യാകൃതമായ ആകാശമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി തരുന്നു. തത്രാപി നിഗൂഢാ സർവേ പദാർത്ഥാസ്ത്രിഷു കാലേഷു കാരണത്വാ സൂക്ഷ്മതരത്വാച്ച തസ്മിൻ അന്തർനിഹിതം ബ്രഹ്മ. അപ്പോ അവ്യാകൃതമായ ഹൃദയ ആകാശം തന്നെ ഗുഹയാകുന്നു, അതിൻ്റെ ഉള്ളിലാണ് ബ്രഹ്മം എന്ന് നാം മനസ്സിലാക്കണം. അതൊരു ഉണർവാണ്. ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഇറ്റ് ഈസ് ആൻ അവയർനെസ് എന്നുള്ളതാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അവയർനെസ്. നമ്മിൽ തന്നെ നാം ബ്രഹ്മത്തെ ഉണരേണ്ടതാണത്. ഇങ്ങനെ സ ഏവം ബ്രഹ്മവിജാനൻ കിമിത്യാഹ അശ്നുതേ ഭുക്തേ സർവാൻ കാമാൻ. അങ്ങനെ ബ്രഹ്മത്തെ അറിയുന്നവൻ, ആരറിയുന്നുവോ അവൻ ഒന്നും വിടാതെയുള്ള എല്ലാ കാമങ്ങളും അനുഭവിക്കുന്നു. അതാണ് അശ്നുതേ ഭുക്തേ സർവാൻ നിരവശേഷാൻ കാമാൻ കാമ്യഭോഗാൻ ഇത്യർത്ഥ. നമുക്കിപ്പോ പലതരത്തിലുള്ള കാമനകളുണ്ട്, ഭോഗങ്ങൾ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ ബ്രഹ്മത്തെ അറിയുന്നവൻ എല്ലാ തരത്തിലുമുള്ള ഭോഗങ്ങളും ആ ബ്രഹ്മാനന്ദ സുഖത്തിൽ എല്ലാം അനുഭവിക്കുന്നു. ഒരു കുറുമ്പുള്ള ഒരു വിദ്യാർത്ഥി ചോദിച്ചതുപോലെ, പാൽപ്പായസം കുടിച്ചതിൻ്റെ അനുഭവം ഉണ്ടാവുമോ ബ്രഹ്മാനന്ദത്തിൽ എന്ന്? ഉണ്ടാകും. അതുപോലെ ഒരു പുത്രൻ ഉണ്ടാകുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്, അപ്പോ പുത്രലാഭം എന്ന് പറയുന്നത് വളരെ സന്തോഷദായകമാണ്. അത് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ബ്രഹ്മാനന്ദത്തിൽ അതും ഉൾപ്പെട്ടതാണ്. നമ്മളൊക്കെ എങ്ങനെ ഈ ലൗകികമായ ആനന്ദം
പുത്രൻ, സ്വർഗം, പാൽപായസം ഇവയെല്ലാം നാം മാറി മാറി അനുഭവിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ബ്രഹ്മസ്വരൂപം ഒരേ വസ്തു ആയതുകൊണ്ട് അവിടെ ഒരേ ക്ഷണത്തിൽ തന്നെ എല്ലാ കാമങ്ങളും അനുഭവിക്കുകയാണ് എന്ന് പറയുന്നു. എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അതാണ് ബ്രഹ്മ ആനന്ദം എന്ന് പറയുന്നത്. ബ്രഹ്മാനന്ദത്തിന്റെ ഓരോ അംശങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള ലൗകിക ആനന്ദങ്ങൾ എന്ന് ഇതേ ഉപനിഷത്തിൽ തന്നെ അവസാനം മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. അപ്പൊ ബ്രഹ്മഭൂതോ വിദ്വാൻ ബ്രഹ്മസ്വരൂപേണൈവ സർവാൻ കാമാൻ സഹ അശ്നുതേ. ബ്രഹ്മമായി തീർന്ന വിദ്വാൻ ബ്രഹ്മസ്വരൂപത്തിൽ തന്നെ എല്ലാ കാമങ്ങളെയും സഹ അശ്നുതേ ഒരുമിച്ച് അനുഭവിക്കുന്നു എന്ന്. അങ്ങനെ അതിന്റെ ഒരു വിശേഷണത്വം സർവജ്ഞത്വം. ഇപ്പൊ തേന സർവജ്ഞസ്വരൂപേണ ബ്രഹ്മണ അശ്നുതേ എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് സർവ ഏവ വല്യർത്ഥ ബ്രഹ്മവിദ ആപ്നോതി പരമിതി ബ്രാഹ്മണവാക്യേന സൂത്രിതഃ. ഈ പറഞ്ഞ ബ്രഹ്മവിദ ആപ്നോതി പരം എന്ന സൂത്രതുല്യമായ ഈ ബ്രാഹ്മണ വാക്യത്തിൽ ഈ രണ്ടാമത്തെ വല്ലിയുടെ എല്ലാ അർത്ഥവും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സൂത്രിതമായ അർത്ഥത്തിൽ ആ അർത്ഥം ചുരുക്കത്തിൽ മന്ത്രത്താൽ വ്യാഖ്യാനിക്കപ്പെട്ടു. സച സൂത്രിതോ അർത്ഥഃ സംക്ഷേപത്തോ മന്ത്രേണ വ്യാഖ്യാതഃ. പുനസ്തസ്യൈവ വിസ്തരേണ അർത്ഥനിർണയഃ കർത്തവ്യഃ ഇതി ഉത്തരസ്തു തത് വൃത്തിസ്ഥാനീയോ ഗ്രന്ഥ ആരഭ്യത്തെ തസ്മാദ്വായ തസ്മാദിതി. അപ്പോ വീണ്ടും വിസ്തരിച്ച് അതിനെ അർത്ഥനിർദ്ധാരണം ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയാണ് ഉപനിഷത്തിന്റെ അടുത്ത വരി തുടങ്ങുന്നത്. എങ്ങനെ? തസ്മാദ്വായ തസ്മാദാകാശസംഭൂതഃ എന്ന്. അതിന്റെ ഒരു വിശദീകരണമാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ മന്ത്രത്തിന്റെ ആദിയിൽ പറഞ്ഞത് ബ്രഹ്മം സത്യവും ജ്ഞാനവും അനന്തമാണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അപ്പോ ആനന്ദ്യം എന്നുള്ളത് അത് ദേശം കൊണ്ടുള്ളതും കാലം കൊണ്ടുള്ളതാണ്, വസ്തു കൊണ്ടുള്ളതാണെന്നും നാം മനസ്സിലാക്കുന്നു. ദേശം കൊണ്ടുള്ള ആനന്ദ്യത്തിന് ആകാശത്തെ ഉദാഹരിക്കാം. ആകാശത്തെ ദേശം കൊണ്ട് പരിച്ഛേദിക്കുവാൻ കഴിയില്ല. ഇപ്പൊ ഭൂമി നമുക്കിത്രയുണ്ട്. നമ്മുടെ വീട് നിൽക്കുന്ന ആ ഭൂമി 15 സെന്റ് അല്ലെങ്കിൽ 20 സെന്റ് എന്ന് പറയാം. ഈ ആകാശം, നമ്മുടെ ഭൂമിക്ക് മീതെയുള്ള ആകാശം 20 സെന്റ് എന്റേതാണെന്ന് പറയാൻ പറ്റുമോ? അതൊരു തരം ഭ്രാന്തല്ലേ അത്. അപ്പൊ പരിച്ഛേദിക്കുവാൻ കഴിയുന്നതല്ല. അതുപോലെ കാലം കൊണ്ടും വസ്തു കൊണ്ടുമുള്ള ആനന്ദ്യം ആകാശത്തിനില്ല. എന്തെന്നാൽ ആകാശം കാര്യമാകുന്നു, അതുകൊണ്ട് കാലം കൊണ്ട് അനന്തമാകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇനി സർവ അനന്യത്വം ബ്രഹ്മണഃ ഉച്യത്തെ സർവവസ്തു കാരണത്വാത്. ബ്രഹ്മം ഒന്നിൽ നിന്നും വേറെ അല്ലാത്തത് എങ്ങനെയാണെന്നും കൂടി പറയാം. എല്ലാ വസ്തുക്കൾക്കും കാരണമാകുന്നു. സർവേഷാം ഹി വസ്തൂനാം കാല ആകാശാദീനാം കാരണം ബ്രഹ്മ. സർവ വസ്തുക്കളും, അതായത് മായികമാണെങ്കിലും ഈ മായികമായ ഈ പ്രതിഭാസത്തിന് കാരണം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കണം. അപ്പോ കാര്യവസ്തുക്കൾക്ക് അന്തവത്വമുണ്ട്, കാരണത്തിന് അന്തവത്വം ഇല്ല. അതുകൊണ്ട് അനന്തം എന്ന്. എന്തുകൊണ്ടാ? വാചാരംഭം വികാരോ നാമധേയം വൃത്തികേത്യവ സത്യം ഛാന്തോഗ്യശ്രുതി ഇവിടെ ഉദാഹരിക്കുന്നു. അപ്പൊ വാക്കുകൊണ്ടാണ്, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വികാരത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ പേര് നൽകുന്നു, നാമധേയം. ഇപ്പൊ വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നത് ഘടം, ശരാവം. ഇപ്പൊ ഘടം ഉണ്ടാക്കുന്നു, ചരുവം ഉണ്ടാക്കുന്നു, മറ്റു പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഘടം, ചരുവം മുതലായ പേര് മാറ്റം വാസ്തവത്തിൽ അത് നാമധേയത്തിൽ മാത്രമാണുള്ളത്, പേരിൽ മാത്രമാണുള്ളത്. മൃത്തിക ഇത്യവ സത്യം. അതിന് കാരണമായ മൃത്തികയാണ്, മണ്ണ് ആണെന്നുള്ളത് നമുക്കറിയാം. കുടം, ചരുവം മുതലായവയെല്ലാം വെറും പേര് മാത്രമാണ്. പേരിൽ മാത്രമാണ് അവ ഭിന്നമായി നിൽക്കുന്നത്. വാസ്തവത്തിൽ അടിസ്ഥാനമായിട്ടുള്ളത്
മണ്ണ് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ വാചാരംഭണമാണ് ഇവയെല്ലാം. പ്രപഞ്ചം മുഴുവനും ബ്രഹ്മം മാത്രം സത്യം എന്നും കിട്ടുന്നു. നിരതിശയ സത്യത്വം എന്ന് കിട്ടുന്നു. അങ്ങനെ തസ്മാത് ആത്മന ആകാശ സംഭൂത എന്ന് തുടങ്ങുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇനിയുള്ളത്. ഇത് സൃഷ്ടി, ക്രിയേഷൻ അഥവാ എവല്യൂഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. സൃഷ്ടി ക്രിയേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ എവല്യൂഷൻ ആണെന്ന് പറയാം. അത് ഇനി ഉള്ള ഉപനിഷത്ത് അത് മനസ്സിലാക്കി തരുന്നു. കൽപ്പിതമാണ്, മായികമാണ്, എങ്കിലും നമുക്കിപ്പോൾ അജ്ഞാനദശയിൽ അനുഭവ വിഷയമാകുന്നത് കൊണ്ട് ഇവയെല്ലാം നമുക്ക് സത്യമാണെന്ന് തോന്നുന്നു. തസ്മാതാത്മനഃ ആകാശ സംഭൂത, ആകാശമുണ്ടാകുന്നു. എങ്ങനെ? അതിൽ നിന്നും വായു, ഇങ്ങനെ തുടങ്ങുകയാണ്. ഇത് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു സത്സംഗം സമാപിക്കുന്നു. സർവേ ജനാഃ സുഖിനോ ഭവന്തു.